ഹലോ, ഗുഡ് ഈവനിങ് സാർ. ക്യാമ്പ് ഓഫീസിലാണ് സാർ. വൈകിട്ട് തന്നെ ആളിനെ എത്തിച്ചിട്ടുണ്ട് സാർ. ഇല്ല, ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല സാർ. മർഡർ ചെയ്തു എന്ന് മാത്രം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. സാറിനറിയാമല്ലോ, അവനെ ഈ രീതിയിൽ കാണുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്തുവായാലും ഞാൻ അവനോട് സംസാരിച്ചിട്ട് സാറിനെ അറിയിക്കാം. കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കാമല്ലോ. അല്ലാതെ എന്ത് ചെയ്യാനാ സാർ? നമ്മുടെ മൻപ്രീത് സിംഗ് ആണ് സാർ പ്രശ്നം. അയാളുടെ സബോർഡിനേറ്റിനെയാണല്ലോ കൊലപ്പെടുത്തിയത്. അത് മനസ്സിൽ വെച്ച് അയാൾ പെരുമാറുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇല്ല സാർ, ഒന്നും സംഭവിക്കില്ല സാർ. ഞാൻ നോക്കിക്കൊള്ളാം. നാളെ 11 മണിക്ക് കോർട്ടിൽ ഹാജരാക്കും സാർ. ഓക്കെ സാർ. ശരി സാർ. മൻപ്രീത്, അയാളെ വിളിക്കൂ. വാ സർ. സേതു, കം സിറ്റ് ഡൗൺ. സേതുശങ്കർ, എന്തു സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. എങ്കിലും ഞങ്ങളുടെയൊക്കെ സബോർഡിനേറ്റ് ആയിരുന്ന, ക്യാമ്പിൻ്റെ അഭിമാനമായിരുന്ന സേതുവിൽ നിന്നിങ്ങനെ ഒരു വീഴ്ച ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സേതു, പറയൂ, അന്ന് എന്താണ് സംഭവിച്ചത്? സാർ, ഇവനോട് ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്. ഈ ഹറാമി സെറ്റ് ചെയ്തവനാണ്. ഹറാം സാലെ സത്ബോ. മൻപ്രീത്, നോ. സാർ, ബോഡി കണ്ട മുറിയിൽ നിന്നും എവിഡൻസ് ആയി കിട്ടിയത് ഇവന്റെ ID കാർഡാണ്. സേതു, നീ കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് എല്ലാം തുറന്നു പറയൂ. എനിക്ക് ഇവനെ തടയാൻ കഴിയില്ല. പറയാം സാറേ, ഞാനെല്ലാം പറയാം. ഒരു സ്വാഭാവിക മരണമെന്ന് നിങ്ങളും ഞാനും ഒക്കെ തെറ്റിദ്ധരിച്ചിരുന്ന എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മരണത്തിനിടയാക്കിയ കാർ അപകടം അത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല. അത് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ്. മരണപ്പെട്ട ക്യാപ്റ്റൻ ഹസൻ മാലിക്കും ക്യാപ്റ്റൻ സന്ദീപ് ഷായും കൂടെ ഗൂഢാലോചന നടത്തി എൻ്റെ അച്ഛനെയും അമ്മയും കൊല്ലുകയായിരുന്നു. സാർ, ഇവൻ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കേരളത്തിനാണ് ഞാനും പഠിച്ചത്. എനിക്കും മലയാളം നന്നായി അറിയാം. നിന്റെ നാടകത്തിലെയും സീരിയലിലെയും ഡയലോഗൊന്നും ഇവിടെ വേണ്ട. മനസ്സിലായോടാ? അല്ല സാറേ, മരിക്കുന്നതിന് മുമ്പ് അവരെന്നോട് സമ്മതിച്ചതാണ്. നിന്റെ അച്ഛനമ്മമാരെ അവർ കൊന്നു എന്ന വിവരം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? സാറേ, നമ്മുടെ മെസ്സിന്റെ കുക്കായിരുന്ന ഒരു സെൽവരാജിനെ സാറിന് ഓർമ്മയുണ്ടോ? യെസ്, അയാൾ ഈ അടുത്ത സമയത്ത് മരിച്ചുപോയല്ലോ. അയാളുടെ മകനാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. അയാൾ മരിക്കുന്നതിന് മുമ്പ് മകനോട് പറഞ്ഞതാണ് ഈ കാര്യം. അപ്പോൾ അയാൾ ഈ വിവരം എന്തിനു മറച്ചു വെച്ചു? സാർ, അയാൾക്ക് അവരെ ഭയമായിരുന്നു. ഈ വിവരം പുറത്തറിഞ്ഞാൽ അവർ തന്നെയും കൊല്ലുമെന്ന് അയാൾ ഭയപ്പെട്ടു. മനഃപൂർവ്വം അവരുണ്ടാക്കിയ കെണിയിൽ എൻ്റെ അച്ഛനും അമ്മയും അവർക്ക് വേണ്ടി ഇത്രയും ചെയ്തില്ലെങ്കിലേ പിന്നെ എന്തിനാ സാറാ ഞാനൊരു മകനായിട്ട് ജീവിച്ചിരിക്കുന്നേ? എനിക്ക് ഏക ആശ്വാസം എൻ്റെ അച്ഛനും അമ്മയും അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ വേദന അനുഭവിച്ചാണ് അവന്മാർ മരിച്ചത്. അത് മതി സാറേ, അത് മതി. സേതു, അവർ തെറ്റുകാരായിരിക്കാം. പക്ഷേ നീ ചെയ്ത തെറ്റും അംഗീകരിക്കാനാവില്ല. സത്യസന്ധമായി ഞങ്ങൾക്ക് നടപടിയെടുത്തേ പറ്റൂ. കാരണം ഇന്ത്യൻ ആർമിയുടെ മികച്ച 2 ഓഫീസർമാരെയാണ് കൊലപ്പെടുത്തിയത്. ഐ ആം സോറി. ജയ് ഹിന്ദ് സാർ. Jai Hind. What is the progress of this case? Mr. Pillai, I need a suitable explanation about this case. Understand? യെസ് സാർ. You sit down. സാർ,
ഇത് സേതുവിൻ്റെ കുറ്റസമ്മത മൊഴിയാണ്. അയാൾ ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. സാറിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. You stay here. You come here. Just read it. Read on this point. Just say it. You also go through this. കൺഗ്രാജുലേഷൻ. സാറേ, സാറേ എന്തോ സാറേ ഇത്? I will tell you. സേതുശങ്കർ കുറ്റവാളി എന്നും കുറ്റവാളി തന്നെ. കുറ്റവും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. പക്ഷേ സേതു തീവ്രവാദി സംഘടനയായ ISSന് വേണ്ടി ഇന്ത്യയിൽ നിന്നും സഹായങ്ങൾ എത്തിച്ചും ചാരപ്പണി ചെയ്തും ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരുന്ന 2 പേരെയാണ് നീ കൊന്നത്. നിന്റെ അച്ഛൻ കേണൽ ശങ്കരൻ സമർത്ഥനായൊരു ഓഫീസറായിരുന്നു. അദ്ദേഹം ഈ കുറ്റവാളികളുടെ പിറകെയായിരുന്നു. പിടിക്കപ്പെടും എന്ന ഘട്ടമായപ്പോൾ അവർ നിന്റെ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തി. ആ അച്ഛൻ്റെയും അമ്മയുടെയും അഭിമാനപുത്രനാണ് നീ. വെൽ ഡൺ മൈ ബോയ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. ദൈവം സത്യം കാണുമടാ, പക്ഷേ കാലതാമസം വരും. മാഫ് കീജിയെ സാബ്, നിങ്ങളിത് ചെയ്യാൻ ഒരുപാട് താമസിച്ചു. ഞാനായിരുന്നുവെങ്കിൽ എന്നേ അവരെ തീർത്തേനെ. നിങ്ങളാണ് റിയൽ ഹീറോ. ഇയാൾ ലീവിന് പോയിട്ട് അധിക ദിവസം നിന്നില്ല. അതിൻ്റെ ഇടയിലാണ് അറസ്റ്റും കാര്യങ്ങളും ഒക്കെ നടന്നത്. കേസിൻ്റെ ഫോർമാലിറ്റീസ് ക്ലിയർ ആണെങ്കിൽ പുള്ളിക്ക് 1 മാസത്തെ ലീവ് അനുവദിച്ചു കൊടുക്കണം. Oh, I see. That's all. Don't worry about that. I will do the needful. You just go and enjoy and come back. Something is waiting for you. താങ്ക് യു സാർ. താങ്ക് യു.